അതിലൊരു 7.5 കോടി രൂപ നവകേരള പദ്ധതി ഉണ്ടെന്നും അതുപോലെ 2-2.5 കോടി രൂപ MLA ഫണ്ട് ഉണ്ടെന്നുമാണ് ഞാൻ ഇന്ന് മനസ്സിലാക്കിയത്. എന്തായാലും ഞാൻ ഈ കമ്മിറ്റി വന്നിട്ടേ അത് ചെയ്യുള്ളൂ. കാരണം എല്ലാവരും വിശ്വാസത്തിലെടുക്കുക. എല്ലാ പാർട്ടിയും ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ മുകളിൽ സ്കോർ ചെയ്യാനൊന്നും ഇതാവൊന്നും ഭയങ്കരമായിട്ട്. ഇപ്പോൾ ഞാൻ മറ്റേ ഒരു മിനിസ്റ്റർ എന്ന രീതിയിൽ അവിടെ ചെന്നപ്പോൾ അവിടെ അഴുക്ക് കൂടി കിടക്കുന്ന കണ്ടു എന്നൊക്കെ പറഞ്ഞ് അവിടെ അഴുക്കേണ്ടതൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് മാറ്റട്ടെ. അതൊക്കെ ഒന്ന് വളരെ വേഗം നമുക്കൊരു മാക്സിമം 3 മാസം വേണ്ട. അല്ല, അത് ഓടിച്ചെന്നിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ക്യാമറ മാറ്റേണ്ട കാര്യമില്ലല്ലോ. ക്യാമറ ചിലത് പ്രവർത്തിക്കുന്നില്ല, ചിലത് ബാക്കി മിക്കവാറും ക്യാമറ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഡിസ്കസ് ചെയ്യണം. അതേപോലത്തെ ക്യാമറ തന്നെ വേണോ, അത്രയും വില കൂടിയത് വേണോ എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. അല്ല, നേരത്തെ അവിടെ ആരോ ഒന്ന് ചോദിച്ചില്ല. ഓക്കെ, റൈറ്റ്. ഇല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. അതിപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ലോസിലല്ല എഴുതുന്നത്. പ്രിയദർശിനി ഒരു പ്രോഫിറ്റ് ലോസ് ബാലൻസ് ഷീറ്റിലല്ല എഴുതുന്നത്. ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റാണ്. ഇത് വാസ്തവത്തിൽ ഒരു യാത്രാ പദ്ധതി എന്നേക്കാൾ കൂടുതൽ ഒരു സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണ് ഗവൺമെൻറ്റിൻ്റെ. ആ പദ്ധതി KSRTCയിൽ കൂടെ നടപ്പാക്കുകയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ അത് ഭയങ്കര പ്രോഫിറ്റാണ് ഇൻവേർട്ടഡ് കോമയിൽ. കാരണം പ്രോഫിറ്റ് ജനങ്ങൾക്കാണ്. അപ്പോൾ ഞങ്ങൾ ചെലവഴിക്കുന്ന ഓരോ രൂപയും, ഗവൺമെൻറ് ഇപ്പോൾ അതിന് 600 കോടിയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. ആ ഓരോ രൂപയും 5-10 രൂപയുടെ റിസൾട്ട് ഉണ്ടാക്കുന്നു എന്നാണ് നമ്മൾ ഇപ്പോൾ ഒരു എക്കണോമിക്സിനെ വെച്ചിട്ട് അത് പഠിക്കുന്നുണ്ട്. ഇറ്റ്സ് എ ഗുഡ് എക്കണോമിക്സ്. അതൊരു ഫിനാൻഷ്യൽ ഡിസിഷൻ എന്ന നിലയ്ക്ക് വിഷമകരമാണെങ്കിലും ഇറ്റ്സ് എ ഗുഡ് എക്കണോമിക്സ്, നല്ലൊരു കാര്യമാണ്. അപ്പോൾ ബജറ്റ് ടൂറിസത്തിന് ഇത് ബാധിച്ചിട്ടൊന്നുമില്ല. ബജറ്റ് ടൂറിസത്തിന് നല്ല ലാഭകരമാണ്. ബജറ്റ് ടൂറിസവും ഗ്രാമവണ്ടിയും കഴിഞ്ഞ ഗവൺമെൻറ് നടപ്പാക്കിയ 2 കാര്യങ്ങളാണ്. പക്ഷേ ഗ്രാമവണ്ടി 58 ഉള്ളൂ. അത് കൂട്ടണമെന്ന് ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പറയാം, ഇപ്പോൾ തൃശ്ശൂർ നഗരസഭയ്ക്ക് ഒരു ബസ് വാങ്ങിച്ചു തരാം, 1, 2, 3 ഒക്കെ വാങ്ങിച്ചു തരാം. അവർ പറയുന്ന റൂട്ടിൽ ഓടിക്കാം. അതേപോലെ തന്നെ ഗ്രാമവണ്ടികൾ പോലെ നഗരവണ്ടികൾ അവർക്ക് ഇറക്കാം. അത് രണ്ടും കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഒരു തുടർച്ചയാണ്. ബജറ്റ് ടൂറിസത്തിന് ഒരുപാട് വണ്ടികൾ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഇല്ല, എങ്കിലും ഉള്ളതൊക്കെ വെച്ചിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ആളുകൾ ഈ ബജറ്റ് ടൂറിസം KSRTC ഉപയോഗിക്കുന്നത് അത് ലാഭകരമായതുകൊണ്ട് മാത്രമല്ല, അതിലൊരു നൊസ്റ്റാൾജിയും ഈ ഓഫ് റോഡ് ഡ്രൈവിംഗ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു രസമൊക്കെ ഉണ്ട്. അതിന് പുഷ് ബാക്ക് സീറ്റൊന്നും ഇല്ല, പക്ഷേ അതിലൊരു ലക്ഷറി ഉണ്ടല്ലോ. നോസ്റ്റാൾജിയ ഈസ് എ ലക്ഷറി. ഓ, ഇപ്പോൾ ഇല്ല. പല റൂട്ടുകളും അതിരപ്പള്ളിയിൽ തന്നെ 2 റൂട്ടുകളും ഈ അടുത്തിടെ അവസാനിച്ചു. പല റൂട്ടിലും കുന്നംകുളം റേറ്റ് ഉപയോഗിച്ച് കുന്നംകുളത്തെ കുന്നംകുളത്ത് പ്രിയദർശിനിയൊന്നുമില്ല. അല്ല, നമ്മൾ ഓർഡിനറി ബസ്സുകൾ നടപ്പാക്കാൻ തീരുമാനിച്ചു. ഇത് നേരത്തെ പറഞ്ഞ പോലെ അനന്തമായിട്ട് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല ഒരു ഗവൺമെൻറ് വന്നപ്പോഴേ. അപ്പോൾ അത് നടപ്പാക്കിയപ്പോൾ ചില സ്ഥലത്ത് കൂടുതൽ ഓവർലാപ്പിംഗ് ഉണ്ട്, ചില സ്ഥലത്ത് ഒരു പ്രശ്നവുമില്ല.
ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ പ്രൈവറ്റ് ബസ്സിന് പ്രശ്നമില്ലാത്ത കാരണം പ്രൈവറ്റ് ബസ്സില്ല. നെയ്യാറ്റിൻകര താലൂക്കിലെ പ്രൈവറ്റ് ബസ്സില്ല. ഇപ്പം മലപ്പുറം ജില്ലയിൽ തന്നെ ചില സ്ഥലത്ത് പ്രൈവറ്റ് ബസ്സില്ല, സോറി KSRTC ഇല്ല. ഇപ്പോൾ കുന്നംകുളം തൃശ്ശൂർ വേണ്ടത്ര KSRTC ഇല്ല. ഉണ്ടോ രാജൻ? ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് നമുക്ക് വളരെയധികം ആലോചിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഓർഡിനറിയിലേക്ക് ചുരുക്കി ചെയ്തു. അപ്പോൾ ഓർഡിനറിയും പ്രൈവറ്റും ഓവർലാപ്പ് ചെയ്യുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്, അവിടെ പ്രശ്നമുണ്ട്. ആ പ്രശ്നം നമ്മൾ സീറോ ഡൗൺ ചെയ്യാണ്. സീറോ ഡൗൺ ചെയ്തിട്ട് എത്ര ബസ്സുകൾക്ക് പ്രശ്നമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇന്നവരെന്നെ വന്ന് കണ്ടിരുന്നു ആതിരപ്പള്ളിക്കാർ. ആതിരപ്പള്ളി വരെ കുറേ ബസ്സുണ്ട്, പക്ഷെ ആതിരപ്പള്ളി മലക്കപ്പാറ 2 ബസ്സേ ഉള്ളൂ. മനസ്സിലായോ? 2 ബസ്സേ ഉള്ളൂ. ഇൻ്റർസ്റ്റേറ്റാണത്. അപ്പോൾ ആ 2 ബസ്സിനല്ലേ പ്രശ്നമുള്ളൂ. അതിലേക്ക് നമുക്ക് ആ പ്രശ്നം ചുരുക്കി അവരുടെ പ്രശ്നം പരിഹരിക്കാം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരക്കണക്കിന്, ആകെ 8000 ബസ്സേ ഉള്ളൂ. ബസ്സുകൾക്കൊന്നും ഈ പ്രോബ്ലം ഇല്ല. അപ്പോൾ പ്രശ്നമുള്ള സർവീസുകളും ബസ്സുകളും ഐഡൻറ്റിഫൈ ചെയ്താൽ നമുക്ക് ആ പ്രശ്ന പരിഹാരം കുറേ കൂടെ എളുപ്പമാണ്. അത് പരിഹരിക്കും. ഇപ്പോൾ അവരും കോൺഫിഡൻ്റ് ആണല്ലോ. ഇപ്പോൾ കമ്മിറ്റി വന്നതിന് ശേഷം അവരുടെയൊക്കെ ഒരു മാറ്റം വന്നില്ലേ?